ഹിമാലയത്തിനടുത്തുള്ള ഒരു താഴ്വര. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഒരു വ്യാപാരി. നടത്തം തുടരവേ ഒരാൾ തനിക്കെതിരെ വരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരു ബുദ്ധ സന്യാസിയാണ്. തനിക്ക് പരിചയമുള്ള മുഖം. അയാൾ സന്യാസിയെ വണങ്ങി. സന്യാസിയുടെ കയ്യിൽ നീളമേറിയ ഒരു വടിയുണ്ടായിരുന്നു. അതിലൊരു ചെരിപ്പും തൂക്കിയിട്ടിരിക്കുന്നു. ഇതേക്കുറിച്ച് അയാൾ സന്യാസിയോട് ചോദിച്ചു. അതിൻ്റെ ഉത്തരം നിങ്ങളുടെ നാട്ടിൽ തന്നെ പോയി കണ്ടെത്താൻ അദ്ദേഹം പറഞ്ഞു. ഇത്രയും പറഞ്ഞ് സന്യാസി നടന്നകന്നു. സന്യാസിയുടെ മറുപടി അദ്ദേഹത്തിന് വ്യക്തമായില്ലെങ്കിലും അയാൾ തൻ്റെ നാട്ടിൽ ചെന്ന് കാര്യം അവതരിപ്പിച്ചു. ഇത് കേട്ടവരെല്ലാം തന്നെ അമ്പരന്ന് നിന്നു. വർഷങ്ങൾക്ക് മുന്നേ മരിച്ചയാളെ നിങ്ങൾ നേരിൽ കണ്ടുവെന്നോ? സമയം കളയാതെ അവർ സന്യാസിയെ സംസ്കരിച്ച സ്ഥലത്തേക്ക് ഓടി. മണ്ണ് മാറ്റി പെട്ടി തുറന്നവർ അമ്പരന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ശരീരം ഉണ്ടായിരുന്നില്ല. അവിടെ അവശേഷിച്ചത് ഒരു ചെരുപ്പ് മാത്രമായിരുന്നു. മധ്യകാലഘട്ടം. പല്ലവ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കാഞ്ചീപുരം. 27ാമത് ബൗദ്ധ തീർത്ഥങ്കരനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് തലസ്ഥാനം. ബൗദ്ധഗുരു പ്രജ്ഞധാരയെ അവർ തികഞ്ഞ ആദരവോടെ സ്വീകരിച്ചു. കൊട്ടാരത്തിലെത്തിയ ഗുരുവിൻ്റെ കീഴിൽ രാജകുമാരന്മാർ പഠനം ആരംഭിച്ചു. ധ്യാനത്തിലും മറ്റും പഠനകാര്യങ്ങളിലും എല്ലാം മികവ് പുലർത്തിയ ഒരു രാജകുമാരനെ ഗുരു പ്രത്യേകം ശ്രദ്ധിച്ചു. നന്നേ ചെറുപ്രായത്തിൽ തന്നെ ആത്മീയമായൊരു തലത്തിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സുഗന്ധ രാജാവിൻ്റെ 3ാമത്തെ മകനായ ബോധിധർമ്മനായിരുന്നു അത്. രാജ്യാധികാരങ്ങൾ വെടിഞ്ഞ് സന്യാസത്തിൻ്റെ പാത സ്വീകരിക്കാനുള്ള മകൻ്റെ തീരുമാനം രാജാവ് വിസമ്മതിച്ചു. എങ്കിലും ബോധിധർമ്മൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ രാജാവിന് അടിയറവ് പറയേണ്ടി വന്നു. ബൗദ്ധ സംസ്കാരത്തിലെ 28ാമത് പരമാചാര്യനായ ബോധിധർമ്മൻ ഗുരുവിൻ്റെ ഇച്ഛപ്രകാരം ചൈനയിലേക്ക് പുറപ്പെട്ടു. സമുദ്രമാർഗം ഇന്നത്തെ ഇന്തോനേഷ്യ, മലേഷ്യ എല്ലാം കടന്ന് അദ്ദേഹം ചൈനയിലെത്തി. തുടർന്ന് ഷാവോലിൻ ടെമ്പിളിലേക്കും അദ്ദേഹം യാത്ര തിരിച്ചു. എന്നാൽ ഷാവോലിൻ ടെമ്പിളിലേക്ക് കടക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. തുടർന്ന് അടുത്തുള്ള ഒരു ഗുഹയിലേക്ക് മാറി അദ്ദേഹം ധ്യാനിക്കാൻ ആരംഭിച്ചു. ദീർഘമായൊരു ധ്യാനമായിരുന്നു അത്. ബോധിധർമ്മൻ്റെ ആത്മീയ ശക്തി ബോധ്യപ്പെട്ട ബൗദ്ധ സന്യാസികൾ അദ്ദേഹത്തെ ഷാവോലിൻ ടെമ്പിളിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. സന്യാസികൾ പലരും ദുർബലരായിരിക്കുന്നു. രോഗപീഠകളും ശത്രുക്കളുടെ ആക്രമണങ്ങളുമെല്ലാം അവരെ ക്ഷയിപ്പിച്ചിരിക്കുന്നു. ഇതിനൊരു പരിഹാരം കാണാൻ തന്നെ ബോധിധർമ്മൻ ഉറപ്പിച്ചു. കളരിയും യോഗയും എല്ലാം ചേർത്തിണക്കിയ പുതിയൊരു ആയോധനമുറ അദ്ദേഹം അവരെ അഭ്യസിപ്പിച്ചു. ചിട്ടയായ പരിശീലനം മുൻപത്തേക്കാൾ അവരെ ശക്തരാക്കി മാറ്റി. ആക്രമണങ്ങളിൽ വശം കെട്ട അവർ ശത്രുക്കളെ തുരത്തി ഓടിക്കാൻ ആരംഭിച്ചു. രാജാവ് പോലും സൈനിക ശക്തിക്കായി സന്യാസിമാരുടെ സഹായം തേടി. കാലക്രമേണ ബോധിധർമ്മൻ്റെ ഖ്യാതി വർദ്ധിച്ചു. പല പ്രദേശങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ ആളുകൾ വന്നു തുടങ്ങി. തങ്ങളെ ഇരുണ്ട ഭൂതകാലങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഗുരുവിനെ അവർ ആദരവോടെ ഒരു പേരിട്ട് വിളിച്ചു. യോഗയ്ക്കും ആയോധനകലയ്ക്കും പുറമെ വൈദ്യശാസ്ത്രത്തിലും തത്വചിന്തയിലുമെല്ലാം നിപുണനായിരുന്ന ബോധിധർമ്മൻ സകല വിദ്യകളും നൽകി സന്യാസിമാരെ പ്രാപ്തരാക്കി. അദ്ദേഹം പഠിപ്പിച്ചു നൽകിയ ആയോധനകല കാലക്രമേണ ഇന്നത്തെ കുങ്ഫുവായി പരിണമിച്ചു. ചൈനയ്ക്ക് പുറമെ വിയറ്റ്നാം, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഈ ആയോധനകല വ്യാപിച്ചു. നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും ഈ ദക്ഷിണേന്ത്യക്കാരൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെമ്പാടും ദൈവതുല്യനായി ആരാധിക്കപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ബോധിധർമ്മനെ പറ്റിയുള്ള ചരിത്രാവശേഷിപ്പുകൾ വിരളമാണ്. തുടർച്ചയായ അധിനിവേശങ്ങളും പടയോട്ടങ്ങളും അമൂല്യമായ പലതിനെയും നശിപ്പിച്ചു. പിറന്ന നാടിൻ്റെ മഹത്വമറിയാൻ അയൽനാട്ടിലേക്ക് നോക്കേണ്ട ഗതികേടിലായി വർത്തമാനകാല ഭാരതം.